ബിഗ് ബോസ് സീസൺ 6 നിന്നും ജാസ്മിൻ ജാഫർ ക്വിറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ന്യൂസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചില യൂട്യൂബ് ചാനലുകളിലുമാണ് ഇങ്ങനെ ക്വിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ വരുന്നത്. എന്തായാലും ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയ ന്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് എവിടെയും നമ്മുടെ എൻഡമോൾ ഷൈൻ്റെയോ ഏഷ്യാനെറ്റിൻ്റെയോ സൈറ്റിലൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ അറിയാൻ കഴിഞ്ഞ സോഴ്സുകളിൽ നിന്നും ഇതുവരെയും ജാസ്മിൻ ജാഫർ ക്വിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അതിൽ 100% കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, പുറത്തുള്ള സാഹചര്യം അത്രയും നെഗറ്റീവാണ്. ആളവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്കാണെങ്കിലും നല്ലൊരു പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഗബ്രിയുടെ കൂടെ പല രീതിയിലുള്ള എന്താ പറയേണ്ടത് രീതിയിലേക്ക് പോയിട്ടുണ്ട് കളിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബോസ് പ്രേക്ഷകരിൽ നിന്ന് പോലും വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവരെങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് കമന്റുകൾ കൂടുതലായിട്ടും. ഏഷ്യാനെറ്റിന്റെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും എല്ലാ യൂട്യൂബ് ചാനലിന്റെയും താഴെ വരുന്നത് ഇങ്ങനെയുള്ള കമന്റുകളാണ്, ഇവർക്കെതിരെ വരുന്ന കമന്റുകളാണ്. കാരണം ഇത്രയും സീസൺസ് വന്നു പോയിട്ടും ഒരു സീസണിലും ഇത്രയധികം അധപ്പതിച്ച ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇത്രയധികം അധപ്പതിച്ച ഒരു ലവ് ട്രാക്ക് നമ്മൾ കണ്ടിട്ടില്ല. കാരണം ജനങ്ങൾ കാണുന്ന ഓഡിയൻസിന് ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നമല്ലത്. അവരവിടെ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങൾ ഈ നമ്മൾ പലതവണ സീസൺ 4 ദിൽഷ റോബിൻ കണ്ടിട്ടുണ്ട്. അതിനു മുൻപ് നമ്മൾ പേളി ശ്രീനീഷ് കണ്ടിട്ടുണ്ട്. അവർ ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻ ആയിരുന്നു. എന്നിട്ട് പോലും അവർ ഹഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും അവർ എന്താ പറയുക, അവർ തൊടുന്ന സമയത്താണെങ്കിലും ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും അതിൽ എന്താ പറയുക ഒരു വേറെ രീതിയിൽ നമുക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഡിംബലും നമ്മുടെ മണിക്കുട്ടനും തമ്മിലൊക്കെ എടുത്തിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഒരിക്കലും അവിടെ ഒരു നെഗറ്റിവിറ്റി നമുക്ക് അതൊരിക്കലും തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ആ ഒരു മാന്യത കീപ്പ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആ പ്രവൃത്തി നമുക്ക് തോന്നിയിട്ടുണ്ട്. കാണുന്ന ഓഡിയൻസിന് അത് മനസ്സിലായി. ഇവർ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവർ പെരുമാറിയിട്ടുള്ളത്. പക്ഷേ ഇവരവിടെ കാണിച്ചത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഭയങ്കര ലിമിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനം വിട്ടിട്ട് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണെന്നുള്ള കാര്യം പോലും മറന്നിട്ട് പല കാര്യങ്ങളും ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇവരുടെ വീട്ടുകാർക്കൊരു വിഷമം ഉണ്ടാവും. കാരണം നാളെ ഇവർ പുറത്തിറങ്ങി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അകത്താണ്, അവരിതൊന്നും അറിയുന്നില്ല. ഇത്രയും അവരുടെ വീട്ടുകാരാണെങ്കിലും അവരുടെ എന്താ പറയണ്ട ജാസ്മിൻ്റെ ഒക്കെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുന്നു, അവരുടെ വീട്ടുകാർക്കാണെങ്കിലും നാണക്കേടാണ്. കാരണം ഇങ്ങനെയൊക്കെ അവരുടെ വീട്ടുകാർ കാണുമ്പോൾ എല്ലാ ഫാമിലി ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഓഡിയൻസിന് പോലും ഇങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സ്വന്തം വീട്ടുകാരുടെ ഒരു അവസ്ഥ ചിലപ്പോൾ അതിദയനീയമായിരിക്കും. ജാസ്മിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ അത്യാവശ്യം വയസ്സായ ആൾക്കാരാണ് എൻ്റെ അറിവിൽ. അപ്പോൾ എനിക്കറിയാം പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. അവരൊരിക്കലും ഇത് എന്താ പറയുക ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല അങ്ങോട്ടേക്ക് ഈ ജാസ്മിനെ വിട്ടിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ചെന്നിട്ട് ജാസ്മിൻ കാണിച്ച കാര്യങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ ഫാമിലി തന്നെ പറഞ്ഞിട്ട് ചിലപ്പോൾ തിരിച്ച് വിളിച്ചിട്ടുണ്ടാവാം, കിട്ടിയാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.